മനോഹരി രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങൾ വേടനെതിരാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ ആരും അവകാശവും പറയണ്ട, അതിനാരും പേടിക്കുകയും വേണ്ട. ലാലേട്ടനെ കണ്ടപ്പോൾ പാട്ട് തന്നെയായിരുന്നു ഞങ്ങൾ നമുക്ക് പറഞ്ഞു പാട്ടുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്, നമുക്ക് വയനാട് ചെല്ലുമ്പോൾ നമുക്ക് നാച്ചിയമ്മയെ കൊണ്ടുവന്നാലോ, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് സോഷ്യൽ മീഡിയക്ക് വലിയൊരു റോളുണ്ട്. അതിലുപരി ഒരു കേരളത്തിൽ അടക്കം വന്നിട്ടുള്ളൊരു സോഷ്യോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് കൂടി നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പുറകിലുണ്ട് എന്ന് കരുതുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫാക്ച്വലായിട്ട് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഉണ്ടാകാമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അതൊരു ഫാക്ടറാണ്. ഓക്കെ. ഇപ്പൊ പണ്ട് നമ്മൾ വളരെ കേരളത്തിന്റെ സോക്കോൾഡ് ഒരു സെക്യുലർ ലെഫ്റ്റിസ്റ്റ് സ്പേസിൽ നമ്മൾ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പോപ്പുലർലി അക്സെപ്റ്റഡ് ആയി വരുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ വാലിഡ് ആയിരിക്കും. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണല്ലോ നമ്മൾ കൂടുതൽ മലയാളികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതൊരു ഇപ്പം അതല്ലാതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആൾക്കാർ മാത്രം ഇതിനെ നമുക്കൊരു റീസണിന് വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ദിവസം പറഞ്ഞത് അതായത് ഒരു കലാകാരനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അവന് കൊടുക്കുന്ന പാട്ടിനെ അപ്പോൾ നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ അകത്ത് വേറെ ഒന്നും അവർ നോക്കുന്നില്ല. ആ പാട്ട് അവർക്ക് ആസ്വദിക്കുന്നു, അതുകൊണ്ട് അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അവർ നോക്കുന്നത്. അത് ഏതാൾക്കാരും അല്ലാതെ അതിൻ്റെ അകത്ത് അവർ വേറെ ഒന്നും നോക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വരുന്ന കൂടുതൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാട്ടായിട്ട് ചെയ്യുന്നു, അതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ദേ ആർ എൻഗേജ്ഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ വർക്ക് വേറെ നടക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം നിങ്ങൾക്കെതിരെ ഉണ്ടായി, എസ്പെഷ്യലി വെൻ യു ഗുരുവായൂർ പ്രോഗ്രാം കഴിഞ്ഞാണ് വെൻ യു ആക്ച്വലി സ്റ്റാർട്ടഡ് ടോപ്പിംഗ് ദ ചാർട്ട്സ് that this is agenda based, RSS ന്റെ അജണ്ടയാണ്, this is സംഘി ഫിലോസഫി ആണ്. അപ്പൊ അങ്ങനെയും ഒരു കമന്റ്സിൽ അതുമുണ്ട്. ഒരു കമന്റ്സ് മാത്രം നോക്കുമ്പോഴല്ല, അല്ലാണ്ട് തന്നെ ചർച്ചകൾ, TV ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. Everybody is enjoying yours, but there is also a strong group of people who are very critical of you. So how do you respond? അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തതന്നെ. നമ്മൾ മുന്നേ 25 വർഷം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ആരെങ്കിലും പ്രത്യേകിച്ച് ഒരു അവകാശം പറഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഈ പറയുന്ന ആൾക്കാരുടെയും ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെയും പ്രശ്നമാണല്ലോ. അതിപ്പം നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് പാടിക്കൊണ്ടിരുന്നു അത് തന്നെയാണ് പാടുന്നത്. പക്ഷേ അതൊരു ആൾക്കാരിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ അതിൻ്റെ അകത്ത് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആരും അവകാശവും പറയണ്ട, അതിനാരും പേടിക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ. അപർണ ചോദിച്ചതിന്റെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വളർച്ചയും BJPയുടെ കേരളത്തിലുള്ള വളർച്ചയും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ ഒരു നാരറ്റീവ്. അപ്പൊ ആ നാരറ്റീവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കുറെ പൊളിറ്റിക്കൽ ആൾക്കാരും കുറെ ചാനലുകളും കുറെ യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനേ തോന്നുന്നില്ല. അതാണ് നമുക്ക് അതിനൊന്നും ഐ ഡോണ്ട് തിങ്ക് ഡിസേർവ് എനി റെസ്പോൺസ്. ശരിക്കും നമ്മൾ ആ പൊട്ട് തൊടുന്ന കാര്യം പോലും അല്ല, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു അതൊരു നറേറ്റീവ് ആണെന്നുള്ളത്. നമുക്കൊരു കാര്യം നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഈസിയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിലുള്ള രീതിയിലും ഭയങ്കര ഈസിയാണ് ഒരു കാര്യം. അപ്പം അത് ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ചർച്ചയിൽ പാർട്ടാനായിട്ട് താല്പര്യമില്ല. കാര്യം ഞങ്ങളുടെ ഫോക്കസ് മാറും. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ആയി പോകും. പിന്നെ അതിൻ്റെ ചർച്ചകൾ, അപ്പോൾ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ന്യൂസിൽ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു താങ്ക് യു സോ മച്ച്, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി നിങ്ങളുടെ ഇടയിൽ തന്നെ പല പൊളിറ്റിക്കൽ പാർട്ടീസിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഒരു ടിപ്പിക്കൽ ബോയ്സ് ഗ്രൂപ്പ് ആയിട്ട് തന്നെ. അതെ. ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റിൽ, അതായത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അതിന് അവകാശികളായിട്ടും ആരും വരേണ്ടതില്ല എന്നൊരു ലൈൻ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സി, വി ആർ ലിവിംഗ് എ ടൈം ഓഫ് അപ്രോപ്രിയേഷൻസ്. അതായത് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ ക്ലെയിം ഏറ്റെടുക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സസ് ഒരു സമയത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. മേ ബി നാളെ ഒരു കാലത്ത് നിങ്ങളെയും കൂടെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാൻ ഒരു നെറേറ്റീവ് ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു പക്ഷേ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, അവകാശികളും വേണ്ട, അതിനെതിരെയും വരേണ്ട കാര്യമില്ല, അതിന് പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരു മോബിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ ഞങ്ങളിപ്പോൾ ഒരാൾ ഓക്കെ ഞങ്ങൾ ബിലീവ് ഇൻ സിസ്റ്റം ഇതാണ്, യു ഓൾസോ നീഡ് ടു ബിലീവ് ഇൻ ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നാളെ പോയിട്ട് ശ്രീലാൽ നാളത്തെ കാൻഡിഡേറ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, അതുകൊണ്ട് ശ്രീലാലിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലല്ലേ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടുമോറോ ഓക്കെ ലെറ്റ് ദം ഡിസൈഡ്, ലെറ്റ് ദി പബ്ലിക് ഡിസൈഡ്, ഓക്കെ ഇവരുടെ അജണ്ട ഇതായിരുന്നു എന്നുള്ളൊരു ഞങ്ങളുടെ ഡീവിയേഷൻ ഞങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദി ഓഡിയൻസ് ഡിസൈഡ്, അല്ലേ? അതായിരിക്കും ബെസ്റ്റ്. മെയിനായിട്ട് ചില പാട്ടുകൾ ജൈവിളിയൊക്കെ കൂടുതലാണ്. പാരലൽ ആയിട്ട് അവർ മറ്റേ രാം ജന്മഭൂമി മൂവ്മെന്റിന്റെ അത് വെച്ചിട്ട് ഇതിൽ ഇവർക്ക് ജൈവിളി കൂടുതലാണ്. സിയാപതി രാമചന്ദ്രഗി സ്വാമി ഹരിദാസ്ഗിരി എത്ര വർഷങ്ങൾക്ക് മുന്നേ പാടിയ പാട്ടാണ് അത്. പക്ഷെ അതിവിടെ കേരളത്തില് അറിയില്ല. അത് ഞാനിത് കാസറ്റ് കേട്ട് 20 വർഷം മുന്നേ എഴുതിയെടുത്ത പാട്ടത്. അന്ന് ഞാൻ പാടിയ പാട്ട്. അതെ. കഴിഞ്ഞിട്ട് സ്പെഷ്യലി ഐ തിങ്ക് നിങ്ങളെ കുടുംബ സദസ്സുകൾ കൂടുതൽ അറിഞ്ഞു വന്നത് കോവിഡിന്റെ സമയത്ത് യുവർ ഹോം ട്യൂട്ടോറിയൽ ജാമിംഗ് സെഷൻസ് ആയിരുന്നു. അതിൽ നിന്ന് 2024 കഴിഞ്ഞിട്ടാണ് യു സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട് ഇൻ ദി ഓപ്പൺ ആൻഡ് പെർഫോമിംഗ് ഓൺ സ്റ്റേജ്. അതിനുശേഷമാണ് അപ്പോഴാണ് മറ്റേ രാം ജന്മഭൂമി നടക്കുന്നത്. അതിനെ കോറിലേറ്റ് ചെയ്താണ് എല്ലാവരും ഈ ഒരു പാട്ടിനെ എസ്പെഷ്യലി കാണുന്നത്. പക്ഷേ അതിനകത്തൊരു ഇതുണ്ട്, നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഫ്രണ്ടിൽ പല പാർട്ടിയിലുള്ളവരിലും ചെയ്യുന്നില്ല. അതിനകത്ത് വേറെ ഒന്നും നോക്കണം. കേട്ടിട്ടുണ്ട് ആ പാട്ട് തന്നെ ഡിമാൻഡ് ചെയ്യുന്നവരെ ഞാൻ കേട്ടു. അതെ, നമുക്ക് പോലും റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് പാടിക്കാമോ ചോദിച്ചിട്ട് റിക്വസ്റ്റ് ഉണ്ട്. LDF നമ്മൾ അമ്പലങ്ങളിലെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാര് ഭരണസമിതിയിലുള്ള അവര് സിയാബത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതൊന്ന് പാടാമോ? ഇത് പാടണല്ലേ, തൊണ്ടയൊക്കെ നല്ല അവസ്ഥയാണ്. सियापति रामचंद्र की जय, राधापति कृष्णचंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुध हनुमान की जय, पवन सुध हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय। भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भक्त भूल गए राम दीवाने निज पद मांगो देवे, भक्त भूल गए राम दीवाने निज पद मांगो देवे। सियापति रामचंद्र की जय, राधापति कृष्णचंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुध हनुमान की जय। ഇപ്പോൾ നിങ്ങളെ ഫോർമാറ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറേ ഗ്രൂപ്പ്സ് ഇപ്പോൾ പുതുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അത് കാണുമ്പോൾ സന്തോഷം. അത്രയും പുതിയ എൻ്റെ അടുത്ത് ആരോ ഒരു കണക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ 250 to 300 ന്യൂ ഗ്രൂപ്പ്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അത്രയാണോന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ അടുത്ത് ഒരാൾ കണക്ക് തന്നെ. അപ്പം ഈ അടുത്ത് ഞാൻ പറയുന്നത് വിത്തിൻ എ സ്പാൻ ഓഫ് ഒരു 4-6 months ഭക്തിരസമാണല്ലോ നിങ്ങളുടെ പാട്ടിന്റെ ബേസിക് ഒരു സംഭവം. അതിൽ നിങ്ങളെല്ലാവരും ഭക്തരുമായിരിക്കണം അല്ലേ? അതൊരു റിക്വയർമെന്റ് ആണ്. ഒരാൾ ഭക്തനായാലേ നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റുമെന്ന് അങ്ങനെയുണ്ടോ? അത് നിർബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. നമ്മൾ സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വബോധം, ഒരു ആൾക്കാർ
ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആൾക്കാരുടെ അടുത്തേക്ക്. ഒരു ഭക്തി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ ഭക്തി എന്ന് പറയുന്ന കാര്യം. ഞങ്ങൾ ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്ന തോമസ് ആശാൻ KPCയിൽ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന തോമസ് എന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി വായിക്കുന്ന ഹാർമോണിയം പീസ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. പുള്ളിക്ക് ഇപ്പോൾ പ്രായമായി 65-70 വയസ്സിന് മേളിലായി. അപ്പം പക്ഷേ എന്ത് വായനയല്ല ആശാൻ വായിച്ചുകൊണ്ടിരുന്നത്. KPCയിൽ പണ്ട് ജോൺസൺ മാഷിൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ള സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം പുള്ളിയുടെ ഭക്തി എന്ന് പറയുന്നത് എനിക്ക് പറയാം അയ്യപ്പനെയും കൃഷ്ണനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ ഭക്തി ചിലപ്പോൾ പുള്ളിയുടെ ഭക്തി യേശു ആയിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വായിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഹാർമോണിയത്തിന് അത് ഭക്തിയുണ്ട്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ടീമിൽ പുള്ളിയുടെ പ്രായം അതാണെങ്കിലും നല്ല രീതിയിൽ ജെല്ലാവുമായിരുന്നു. പുള്ളി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ ഫാക്ടർ. ആറ്റിറ്റ്യൂഡാണ്. അതെ തോമസ് മാഷിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നമ്മളെ എക്സ്പ്രസ് തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചിയിലെ ഇവന്റിനെ പറ്റിയിട്ട്. ഒരുപാട് ക്രൗഡ് വന്ന എറണാകുളത്തെ പെണ്ണല്ലേ. ഈ പല കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ആളുകൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത് എല്ലാവരെയും സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ഭജനയിലൂടെ ഒരു വൺനെസ് എന്നൊരു രീതിയിലേക്കാണ്. അപ്പോൾ ആ ഒരു എന്താണ് നിങ്ങളുടെ എയിമിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എയിമിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഭയങ്കര ഫീൽ ചെയ്യുക. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരു മതത്തിൽപ്പെട്ടതല്ലാത്തതും അല്ലെങ്കിൽ ഞാൻ പറയും ഹിന്ദു അല്ലാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സ് ഈവൻ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന് ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഞങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം ഈ പല കാര്യത്തിനും ഈ പൊളിറ്റിക്കലായിട്ടുള്ള അടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസിൻ്റെ പേരിലാണെങ്കിലുള്ള വഴക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ ഒരു വൺനെസ് പോസിറ്റിവിറ്റി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആൾക്കാരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നിങ്ങൾ ഓൺ സ്റ്റേജ് ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്? ഭയങ്കര ഓൺ സ്റ്റേജ് ഇംപ്രവൈസേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോയാലും മോശമായിട്ട് പോയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് ഇത് ചില ആൾക്കാർ തെറ്റിപ്പാടുമ്പം യു കവർ അപ്പ് എന്നൊക്കെ. ആ ഒരു ആസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. ബിക്കോസ് ദാറ്റ് ക്യാൻ സ്പോയിൽ ദ ഹോൾ ഷോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ തെറ്റായതുകൊണ്ട് ഒന്നും ഹോൾ ഷോയൊന്നും സ്പോയിൽ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നേക്കുന്നൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സംഗതി പാടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻ പാടിയത് പോകുമായിരിക്കാം. പക്ഷെ അയാൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്താണോ പ്ലാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ അവൻ ട്രൈ ചെയ്ത് ഇതാണ് എന്നുള്ള കാര്യം. പക്ഷെ അത് എത്തിയില്ല. 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോൾ അത് വന്നോളും എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ തൊണ്ടയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പാടുന്നുണ്ട്, എല്ലാവരും ഓവർ സ്ട്രെയിൻഡ് ആണ്. അപ്പം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് ഒരു ഓവറോൾ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ചാനൽ ഷൂട്ടിൽ പറഞ്ഞു, നമ്മൾ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഇടയിൽ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വീൽ ഗോ ഫോർ എ റീടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞത് ഈ ഇംപെർഫെക്ഷൻ അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. കയ്യിൽ നിന്ന് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷോയിൽ തന്നെ? ഇന്നലെ അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സമയത്ത് ചെറിയ ഇതാണ് നമുക്ക് അറിയാൻ പറ്റില്ല പുറത്തുനിന്നത്. അതെ ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെറുത് വരുമ്പോൾ ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? എന്താ റീസെന്റ് സംഭവിച്ചൊരു? അതിപ്പോ വരികളല്ലേ റിപ്പീറ്റഡ് ട്വൈസ് പാടേണ്ട സാധനം ചിലപ്പോൾ ഒരാൾ ലീഡിൽ ആദ്യം എടുക്കുമ്പോൾ ഒരാളിങ്ങനെ ജസ്റ്റ് പാടുന്ന വരികൾ മാറിപ്പോകുന്നത്. ഏതാ മറ്റേ പാട്ട് അമ്പലമില്ലാതെ എങ്ങനെ വന്നാലും തിരക്കിട്ടായിരിക്കുമല്ലേ? അല്ല അതൊരു പാട്ട് നമ്മൾ അമ്പലമില്ലാതെ ഞങ്ങൾ മിക്സ് ചെയ്യുമല്ലോ ഡിഫറെൻറ്റ് സോങ്സ്. അപ്പം ഡിഫറെൻറ്റ് സോങ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേനും അമ്പലമില്ലാതെയുടെ ലാസ്റ്റ് ഏതാ സ്വരം ഏതിൻ്റെ സ്വരമായിരുന്നു? നമ്മുടെ സംഗീതമേ ഉള്ള അതിൻ്റെ സ്വരങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തു. എന്നിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോഴത്തേനും അല്ലാതെ സ്വരം പാടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം സ്വരം കേട്ടപ്പോൾ ഞാൻ അറിയാതെ സ്വരം അങ്ങ് പാടി. വയലിൽ ജയകൃഷ്ണൻ വായിക്കുകയോ ചെയ്യണേ. ജയകൃഷ്ണൻ വായിക്കുന്നു, കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരം പാടി.
പാടി അവസാനം എത്തിയപ്പോ അറിയാതെ അമ്പലമില്ലാതെ സംഗീതമേലേക്ക് പെട്ടെന്ന് കടന്നു. ഇവൻ ഇവിടെ ഇത് അമ്പലമില്ലാതെ എന്നുള്ള പാട്ട് സ്റ്റാർട്ടിങ് ചെയ്തു, അവസാനം അത് സമ്പലമായി. സമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന അതാരും കണ്ടുപിടിച്ച് യൂട്യൂബിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. സമ്പലമില്ലാതെ. അങ്ങനെയൊക്കെയുള്ള കുറെ കോമഡികൾ സ്റ്റേജിലുണ്ടാകും. നിങ്ങൾ ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യുന്നത് ഒരു 13 years മുമ്പൊക്കെ അല്ലേ നിങ്ങൾ ഒരു ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ആ ഒരു ഫേസിനെ പറ്റിയിട്ട് പറയാമോ? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തുന്നത് ആ ഒരു ഫേസിനെ പറ്റിയിട്ട്. അങ്ങനെ ഈ മനോഹരി രാധേ രാധേ പിന്നെ കണ്ണാനി എന്നും അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അത് ആൾക്കാർ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്ക് റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പാട്ടുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നതും. അത് പിന്നെ ഇപ്പോൾ ഗ്രാജുവലി അത് ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ കുറേ പാട്ടുകൾ നമ്മളുടെ ഭജനയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ സിമിലർ ആയിട്ടുള്ള രാഗങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പം അല്ല, ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ആ ഡിസിഷൻ അതൊരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, ആ എക്സ്പെരിമെൻ്റ് സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു പോയിന്റ് അത് ഒന്ന് അതിനെ പറ്റിയിട്ടാണ്. അല്ല, എടുത്തപ്പോൾ അത്രയും സക്സസ് ആയിട്ടില്ല. ഇത് നമ്മൾ ഒരു സപ്താഹത്തിന് ചെയ്ത സമയത്ത് അന്ന് ഇത് ഞങ്ങൾ ആ ഒരു രസത്തിൽ അതങ്ങ് കഴിഞ്ഞു. പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞു അതൊന്ന് സക്സസ് ആയിട്ട് വരാൻ. അപ്പോൾ അത്രയും സമയവും നമ്മളതിനു വേണ്ടി പാടിയിട്ടുണ്ടാവും എപ്പോഴും അല്ലേ? ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരുന്നു. നിങ്ങളുടെ സ്ട്രഗിൾസിനെ പറ്റി പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ലൈക്ക് ലാസ്റ്റ് 25 yearsന്റെ ഒരു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു ജേർണി. സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും സ്ട്രഗിൾസ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരിക്കലും സ്ട്രഗിൾസ് എന്നുള്ള കാര്യം ഒരു നെവർ എൻഡിങ് ആണല്ലോ. കാര്യം നമുക്ക് മുന്നോട്ട് അച്ചീവ് ചെയ്യാനുള്ള തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവറി ഡേയ്സ് സ്ട്രഗിൾ അല്ലേ. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ ഒരു അച്ചീവ് ചെയ്ത് ഒരു സർട്ടൺ പോയിന്റിൽ എത്തുക എന്നുള്ളതായിരുന്നില്ല നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സക്സസ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ഡ്രീം ഇപ്പോഴും അതല്ല. അപ്പം ഇറ്റ്സ് കണ്ടിന്യൂസ് ഒരു ജേർണി തന്നെയാണ്. പക്ഷേ ഇതുവരെ എത്തിയതെന്ന് പറയുന്നത് നമുക്ക് ഇതിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, ഭജനയോടും പാട്ടിനോടും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, അതിനുപരി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം, അതൊക്കെയാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പോൾ നമുക്കിതൊന്നൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, അതാണ് മെയിൻ ഒരു കാര്യം. നമുക്ക് സ്ട്രഗിളാണെന്ന് ഫീൽ ചെയ്യുന്ന നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് സ്ഥിരം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രഗിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. കാര്യം നമ്മൾ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരു സർട്ടൺ സ്റ്റേജ് വരെ നമ്മളതൊരു മണി മാത്രം ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ബിയോണ്ട് മണി ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ട്രാവലാണെങ്കിലും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയാണെങ്കിലും ബാക്ക് ടു ബാക്ക് ഓഫീസിൽ നിന്ന് പിന്നെ പോകുന്നതൊക്കെ അല്ലേ, ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്ന കൊണ്ടിട്ട് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ. അതെ. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പം ഈ ഇരിക്കുന്നതിലോ? ഇരിക്കുന്നതിൽ ഞാനുണ്ടായി. ഇപ്പോൾ തുടക്കത്തിലുള്ള ആൾക്കാർ 25 വർഷമായിട്ടുള്ള ആളെ ഞാനാണ്. പക്ഷെ എന്നിട്ട് എൻ്റെ അത് പണി ഇവനാണ്. ഞാനൊക്കെ ഒരു 11, 12, 13 അല്ലല്ല വന്നത് 2010. അല്ല, ആദ്യ സമയത്ത് പണിക്കരേട്ടൻ, ഞങ്ങൾ രാജേന്ദ്ര പണിക്കർ സ്റ്റാർട്ട് ചെയ്ത പണിക്കരേട്ടൻ്റെ മകനാണിത് ഉണ്ണി. അപ്പോൾ ഉണ്ണി ആദ്യം വന്നിരുന്നു, അതിനുശേഷം അവൻ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നു. ശ്രീലാൽ 18 വർഷത്തോളം മേളിലായി. ശ്രീലാൽ ഹരിയായിട്ടുണ്ട് അത്രയും തന്നെ. പിന്നെ മൂന്നാം ക്ലാസ്സിൽ വന്ന ആളായിരിക്കുന്നത്. അതെ. ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് അത്ര വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടറാണെന്നോ എഞ്ചിനീയർ ആണെന്നോ അങ്ങനെയൊന്നും പ്രഷറൊന്നും ഇല്ലായിരുന്നു. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു. അപ്പം എനിക്ക് ഐ ചാൻസ് എന്താണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ പുഷൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും അമ്പലങ്ങളൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ അമ്പലം വേമ്പിംകുളങ്ങരയായിട്ട്. അപ്പോൾ നമ്മളുടെ അവിടെ സപ്താഹങ്ങളുണ്ട്. സപ്താഹത്തിന് അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സെലിബ്രേഷനാണ് അമ്പലത്തിൽ. അപ്പോൾ ഭജനകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ട് അപ്പോൾ നമുക്ക് അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടം. അപ്പോൾ അത് ആൾക്കാർക്ക് ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഭജന എന്നുള്ള സാധനം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അൾട്ടിമേറ്റ്ലി നമ്മൾ ആർട്ട് എന്നുള്ള എന്തിനാണ്, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനോട് ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഓരോരോ പാട്ടുകൾ ഞാനും പ്രവീൺ വന്നിട്ടില്ല, അപ്പോൾ ഞാനും പ്രവീണൊക്കെ ഞങ്ങൾ ഓരോ കാസറ്റുകളൊക്കെ എടുത്ത് ഓരോ പാട്ടുകൾ കേട്ടു. ഇപ്പം ആദ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം സ്വാമി ഹരിദാസ്ഗിരിയുടെ പാട്ടുകളും അങ്ങനെ, അല്ലെങ്കിൽ മഞ്ഞപ്പുറം മോഹൻജിയുടെ പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഓരോന്നും കാസറ്റുകൾ വാങ്ങിച്ച് അത് ഓരോന്നും ഓരോ പാട്ടുകൾ എഴുതിയെടുത്ത് അത് കാണാൻ പഠിച്ചു.
അങ്ങനെ നമ്മൾ ഓരോ പാട്ടുകളിൽ നിന്ന് പാടാം, ഏതെങ്കിലും ചെറിയ ചെറിയ വേദികളിൽ പാടാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് എത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പൊ പാടുന്ന സിയാവതിയൊക്കെ അങ്ങനെ എടുത്ത് പാടുന്ന ടീമായിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു ഭജന എന്ന ഒരു പ്രോഗ്രാമായിട്ട് അവതരിക്കാമെന്നും ഇദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാമെന്നും അതിന്റെ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ പോകണം അങ്ങനെയൊന്നും ഉണ്ടായതല്ല ഇത് നന്ദഗോവിന്ദ് ആദ്യം. അപ്പം നമ്മളത് നമുക്ക് പേരും വേറെന്തുമായിരുന്നു? അത് കുറേ 25 വർഷം മുന്നേ ശ്രീ ദുർഗ ഭജൻ എന്നുള്ള ഒരു അത് പണിക്കരേട്ടൻ്റെ കാഴ്ച പോയ സമയത്ത് ആണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം. അതായത് ശരിക്കും അവിടെയുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അത് ഉണ്ണി പറയട്ടെ. ഉണ്ണി അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവിടെ എറഞ്ഞാൽ അമ്പലത്തിൽ വർക്ക് ചെയ്യായിരുന്നു, അവിടെ മാനേജറായിട്ട്. അപ്പോൾ ആ സമയത്താണ് കാഴ്ച പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ അച്ഛന് ചെറുപ്പം തൊട്ടേ അല്ലെ ആ ഒരു സമയത്തൊക്കെ ഭജന ചെയ്യുന്നതാണ്, കർക്കിടക മാസ ഭജനയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ്. അതൊന്നും വലിയ പ്ലാനിങ് ആയിട്ട് തുടങ്ങിയൊന്നുമില്ല. അന്ന് ഭജനയോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ പല സ്ഥലത്തും അമ്പലങ്ങളിലാണെങ്കിലും ചെറുപ്പം തൊട്ടേ ഈ അമ്പലമായിട്ടും അല്ലെ ഭജനകളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. നമ്മളതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കൾച്ചറാണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം അച്ഛന് ആ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയാണ്. അതിപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് വന്നത് നമ്മുടെ പുതിയ തലമുറ, ഇപ്പം നവീന, പ്രവീണ, ശ്രീലാൽ ഇവരുടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതി വന്നപ്പോഴാണ് അതിനെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയെന്നുള്ളൂ. ഈ 25 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ യങ് ഏജ് അല്ലേ? എത്ര വയസ്സുണ്ടാവുമെന്ന്? 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു ടൈമിൽ. സാധാരണ നമ്മൾ ഈ ഭജന പോപ്പുലർ നോഷൻ ഭജന എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ചെന്നവർ, അന്ന് ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് വന്നു പോയവരുണ്ട് കേട്ടോ. ആ അന്നത്തെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ പ്രായം, അച്ഛൻ ആ ഒരു സമയത്തൊക്കെ. അപ്പം അന്നൊന്നും ഇതൊരു എല്ലാവരും ഒരു ഭജന എന്നുള്ള രീതിയിൽ അങ്ങ് കാണുന്നല്ലാതെ ഭജനയെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് പുതിയ തലമുറ വന്നപ്പോഴാണ്. അങ്ങനെ ശരിക്കും ഹൃദയത്തിൽ അത് നന്നായിട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്ത് നിൽക്കുള്ളൂ. അല്ലാത്തവരൊക്കെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭജന പാടി നടന്നോ? അല്ല അങ്ങനെ അത് ചെറുപ്പത്തിൽ ഒത്തിരി അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മളെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് ഭജന പാടി നടന്നു, ഈ നിന്റെ പഠിത്തത്തിൽ നോക്കണ്ട അങ്ങനെയൊക്കെ. ഈ നിങ്ങളിപ്പോൾ വരുന്നത് ഈ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ടൈമാണെന്നാണല്ലോ പറയുന്നത്. അതും ഈ 2000s, അതായത് ഈ ഫിലിമിനോടുള്ളൊരു താല്പര്യം പൊതുവേ ആൾക്കാർക്ക് കൂടാൻ സാധ്യതയുള്ളൊരു ഏജാണ് ഈ 8 9. നിങ്ങളിൽ ആർക്കും അത്തരത്തിലുള്ള ഡീവിയേഷൻസോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല? ഇങ്ങനെ ഒരു പാത്തിൽ തന്നെയാണ് നിങ്ങൾ ഫുള്ളായിട്ട് പോയിട്ടുള്ളത്? സിനിമയിലെ പാട്ട് പോലും നമ്മൾ ഭജനയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് മ്യൂസിക് വൈസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതിനുണ്ട് ഇവിടെ. മ്യൂസിക് വൈസ് ഇൻട്രസ്റ്റ് ഉള്ള അത് കണ്ണൻ ഓൾറെഡി ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതല്ല, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ഫിലിം വൈസ് മ്യൂസിക്കിനോടൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് മീൻസ് ഓഫ് കോഴ്സ് നമ്മൾ കേൾക്കും, എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കും. നമുക്ക് പല ആൾക്കാരുടെയും നമുക്ക് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ പാട്ടുകൾ കേൾക്കും, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ആ ഒരു സ്ട്രീം ഓഫ് മ്യൂസിക്കിലേക്ക് നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് പാട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തിങ്കിങ് ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഞങ്ങളുടെ ക്ലോസ് ടു ദ ഹാർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു ഞങ്ങൾക്കും വളരണം, അതിൻ്റെ കൂട്ടത്തിൽ അതിനെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു തിങ്കിങ് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഓൾവേസ് ഉണ്ടായിരുന്നു. അതിനൊരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ലെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് തിങ്കിങ് എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു പരിധിയൊക്കെ പഠിച്ചിട്ടില്ല കേട്ടോ. അച്ഛൻ പാട്ടുകാരനായിട്ടും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അച്ഛനും ഈ ഭജന പാടും. നമ്മളിപ്പം ക്ലാസിക്കലായിട്ട് പഠിക്കാതെ തന്നെ പാടുന്ന ആൾക്കാരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പാടും, അല്ല വലിയ സംഗീതം പഠിച്ച് വലിയതൊന്നും അല്ല. ഇന്ത്യൻ ട്രഡീഷനിൽ there is a genre called സമ്പ്രദായ ഭജന. അപ്പൊ അതിലെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് കുറെ ഒരു 15th സെഞ്ച്വറി മുതൽ ഇവോൾവ് ആയ ഒരു ഫോർമാറ്റ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളുടേത്. അതിന്റെ എലമെന്റ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ കുറെ ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു? അന്ന് സ്ട്രിക്ട്ലി ആ സമ്പ്രദായ ഭജൻ ഫോർമാറ്റ് ആയിരുന്നോ? ഇംപ്രൊവൈസേഷൻസ് പിന്നെ വന്നതാണ് കൂടുതൽ. ആദ്യം ഞങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യാൻ നോക്കി. ഈ സമ്പ്രദായ ഭജന ഫോർമാറ്റ് 100% ഒന്നും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. കാര്യം അത് എന്ന് പറയുന്നത് അതിലെ ദേവതാധ്യാനം എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു 2 hours 2.5 hours നമുക്ക് എങ്ങനെ ഗണപതി അല്ലെങ്കിൽ ഗുരുവിനെ തുടങ്ങി നമ്മൾ ആ ശ്ലോകങ്ങളും കീർത്തനങ്ങൾ നാമാവലികൾ ആ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റ് തന്നെയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓഡിയൻസും അങ്ങനെയുള്ളവരല്ലേ, അതുകൊണ്ട്
അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നോ? അല്ല, അതാ പറഞ്ഞേ. അപ്പോൾ ഓഡിയൻസ് ഒക്കെ കുറവായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ സമ്പ്രദായ രീതിയിലുള്ള ഓഡിയൻസ് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ഇതിന് വരാറില്ല. കല്യാണം അല്ലെങ്കിൽ രാധാ കല്യാണം, രുക്മിണി കല്യാണം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതൊക്കെ പ്രോപ്പറായിട്ട് സമ്പ്രദായ ഭജന അത് ചിട്ട പഠിച്ചു അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രാധാ കല്യാണം, രുക്മിണി കല്യാണത്തിൻ്റെയൊക്കെ എസെൻസും അതിൽ യൂസ് ചെയ്യുന്ന പാട്ടുകളും അത് ദേവതാധ്യാനം എന്നുള്ള 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പാടാൻ വേണ്ടിയിട്ട് ആ പാട്ടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് അത് പാടും. അത് നമ്മൾ ശ്ലോകം, കീർത്തനം, നാമാവലി എന്നുള്ള രീതിയിലുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പം അത് പക്ഷേ ഈ രാധാ കല്യാണം, രുക്മിണി കല്യാണം ഒരു ഫോർമാറ്റാണ്. അതിൽ പൂജകളുണ്ട്, അതിനേതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അപ്പം അത് അങ്ങനെ അത് കൂടുതലും തമിഴ് ബ്രാഹ്മിൺസ് അല്ലെങ്കിൽ ബ്രാഹ്മിൺസിൻ്റെ കൂടുതൽ ചെയ്യുന്ന, അല്ലാതെ ബാക്കിയുള്ള ഒരു കമ്മ്യൂണിറ്റീസിലേക്കൊന്നും ചെയ്യുന്ന ചടങ്ങുകളല്ല. പക്ഷേ ഇതിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ പല ആൾക്കാരും ചെയ്യുന്നതും ഇപ്പം കടയനല്ലൂർ പോലെയുള്ള അല്ലെങ്കിൽ തമിഴിലുള്ള പല ആൾക്കാർ ചെയ്യുന്ന ചടങ്ങുകൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പേഴ്സണലി ചെയ്യാറില്ല. ഞങ്ങൾ ആ ഒരു ഭജൻ എന്നുള്ള ആ ഒരു എസെൻസ്, ആ ഒരു ക്രീം മാത്രം എടുത്തിട്ടാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും സപ്താഹങ്ങളിൽ, ഇപ്പോൾ സപ്താഹത്തിലൊക്കെയാണ്. ഒരു ദിവസം ബോംബെ പോയപ്പോഴാണ് ഞങ്ങൾ രസമായിട്ട് മനോഹരി രാധേ രാധേ ഒക്കെ ഞങ്ങൾ, അപ്പം ഈ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെങ്കിലുള്ള അവർക്കും ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരേ പാട്ട് നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലും മടുക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു രുക്മിണി സ്വയംവരമായിരുന്നു അല്ലേ? രുക്മിണി സ്വയംവരത്തിനായിരുന്നു. രുക്മിണി സ്വയംവരത്തിനപ്പം മനോഹരി രാധേ രാധേ എന്നുള്ളൊരു ഒരുപാട് സിനിമ പാട്ട് വെച്ചിട്ട് അതിങ്ങനെ ചെയിൻ പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം അവിടെ നിന്നാണ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം മനോഹരി രാധയോ പാടാം. മനോഹരി രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണെ, പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല്, മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മൂളാൻ തണ്ടു മൂളി പെണ്ണെ, മനസ്സിന്റെ ഉരികളിലൂറിയ സുഗന്ധവനീതം പകരാനില്ല. മനോഹരി 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 രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണെ, പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല്, മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണെ, മനസ്സിന്റെ ഒഴികളിലൂറിയ സുഗന്ധവനീതം പകരാനില്ല. കൃഷ്ണ ബേഗലേ ബാരോ, കൃഷ്ണ വേഗലേ ബാരോ ബാരോ ബാരോ, കൃഷ്ണ വേഗലേ ബാരോ. ഇതായിരുന്നു ആദ്യത്തെ നിങ്ങളുടെ ഹിറ്റ് സോങ് എന്ന് പറയാവുന്നത്? വൈറൽ സോങ്സ്, സോഷ്യൽ മീഡിയ വൈറൽ സോങ്സിൽ യെസ് ഇതായിരുന്നു. ഇതിലും ഈ കേൾവിക്കാരും കാഴ്ചക്കാരും ഇല്ലാതിരുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? എങ്ങനെയായിരുന്നു അത്? നമുക്കതൊരു അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്കതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് പേരുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും ഓഡിയൻസിനെ മാത്രമല്ലല്ലോ ഇപ്പം ഞങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻസ് പറയില്ലേ, എടാ നമുക്ക് ആ ഒരു ലെവലിൽ എത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സക്സസ് ഉണ്ടാവണം, അങ്ങനത്തെ ഡിസ്കഷനിലൊക്കെ ഇനീഷ്യൽ ഫേസിൽ ഈ നിങ്ങളുടെ ആ കോൺവെർസേഷനിലെ സക്സസ് എയിമൊക്കെ എന്താ? 40 വയസ്സിന് മുന്നേ ബാക്കിയുള്ള പണികളിൽ റിട്ടയർ ചെയ്തിട്ട് ഭജന കൊണ്ട് ജീവിക്കണം. ഫുൾ ടൈം ഭജന, അതൊരു ഫുൾ ടൈം ഭജന, അതൊരു അംബീഷൻ ആയിരുന്നു. അതിന് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് വി നീഡ് റിട്ടയർ ബിഫോർ 40. അത് ഭജന ഫുൾ ടൈം ഭജന. നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഭജന ചെയ്ത് ഇങ്ങനെ നടക്കണം. ഇപ്പൊ ഏത് ചെയ്തിൽ എത്താറായി. അതെ, ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അതെ അതെ, ഞങ്ങള് എല്ലാവരും വർക്കിംഗ് ആണ്. കുറച്ചു പേരൊക്കെ 1 by 1 റിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജോബ്സിന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. എന്നിട്ട് ഇത്രയും സമയം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? ബോസസ് ഒന്നും വഴക്ക് പറയില്ലേ ഓഫീസിലോ? ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇത്ര ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വീക്കെൻഡിലും ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ 10 ലീവ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തു ഈ വർഷത്തേക്ക്, ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പം നമുക്കത് സാധിക്കും. എനിക്ക് ആകെയുള്ളത് 26 ലീവേ ഉള്ളൂ ഒരു വർഷം. 26 വർക്കിംഗ് ഡേയ്സ് ആണ് എനിക്കുള്ളത്. പക്ഷേ ഞാനത് 10 ലീവ് ക്യാരി ഫോർവേഡ് ചെയ്തു കഴിഞ്ഞ വർഷത്തെ ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതും പറ്റും നമുക്ക്.
അപ്പോൾ അതങ്ങനെ പ്ലാൻ ചെയ്ത് വീക്കെൻഡ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഫ്രൈഡേ നൈറ്റ് ഫ്ലൈറ്റ് എടുക്കും, സാറ്റർഡേ സൺഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് മൺഡേ മോർണിംഗിൽ ഫ്ലൈറ്റ് എടുത്ത് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ ജോലിക്ക് കയറും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് ചെയ്യണം. ഇപ്പോൾ ശ്രീലാലാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം, ഇവൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളുപ്പിനെ വരും, 6 മണിക്ക് എന്നിട്ട് സ്കൂളിൽ പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് 9 മണിക്ക് സ്കൂളിൽ പോകും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും പ്രോഗ്രാമിന് പോകും. എല്ലാവരുടെയും ഞാനിപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ ഇപ്പം ഭയങ്കര ടയേർഡാണ് എല്ലാവരും. അതിപ്പോൾ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ, ആണല്ലേ? ശരിക്കും ഇതിൽ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലോ പാഷൻ. നമ്മളത് അതിനുവേണ്ടി നമുക്ക് പ്രാക്ടീസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തത് ആണ്. ഇപ്പോൾ കൂടുതലും ഇപ്പോഴത്തെ കൂടുതൽ പ്രാക്ടീസ് ഓൺ സ്റ്റേജിലാന്നേ ഉള്ളൂ. പുതിയ പാട്ടുകളൊക്കെ ഞങ്ങൾ സ്റ്റേജിലൊക്കെയാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. പുതിയ ആൾക്കാരില്ലേ ഇതേപോലെ 2-3 പുതിയ അവരെ ട്രെയിൻ ചെയ്യാനൊന്നും സമയം വേണ്ടേ? നിങ്ങളുടെ കൂടെ വരിക സിങ്കായി, ഓട്ടോമാറ്റിക്കലി സിങ്കായി. അതാണ് നമ്മൾ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഈ പുതിയ സിംഗേഴ്സിനെ എടുക്കുന്നത്? അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ കമന്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്, എന്നെ കൂടി, അങ്ങനെ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് പുതിയൊരാളെ? അതെ, വന്ന് ചേർന്നതാണ്. നമ്മൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമുക്ക് വേണ്ട കൈൻഡ് ഓഫ് സിംഗർ അല്ലെങ്കിൽ വേണ്ട കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി മോർ ദാൻ സിംഗർ, നമ്മൾ അതിന് ജെല്ലാവുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യും. നല്ല മെയിൻ ടീം സ്പിരിറ്റ് ആണ്. ഇൻഡിവിജ്വൽ ഇതിനേക്കാളും അത് ആ ഒരു ടീമിനെ, ഇപ്പോൾ ടീം ഇന്ത്യ എന്താ ക്രിക്കറ്റ് കളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും സച്ചിൻ അല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കോഹ്ലി അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്പേസിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിനല്ലാണ്ട് ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഞാൻ നന്നായി പാടണം എന്ന് വിചാരിക്കുന്നതിൽ വലുതായിട്ട് നമ്മുടെ പരിപാടി വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും അങ്ങനെ. ഞാൻ നന്നായി പെർഫോം ചെയ്യണമെന്ന് ആരും വിചാരിക്കാറില്ല. പക്ഷെ പരിപാടി ഗംഭീരമായിരിക്കണം എന്നാണ് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടണം. മനോഹരി രാധേ രാധേ അല്ലെങ്കിൽ ഈ ഫിലിം സോങ്സ് മിക്സ് ചെയ്ത് പാടുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഞങ്ങൾ ഈ പാട്ട് മിക്സ് ചെയ്തത് മനോഹരി രാധേ 2008-ലാണ് ഞങ്ങൾ ചെയ്തത് തന്നെ. 2008 ഞങ്ങൾ മുംബൈ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ തന്നെ. ചില പാട്ടുകളുണ്ട്, അത് ഒരു നിഷ് ഗ്രൂപ്പിന് മാത്രം കേരളത്തിൽ അറിയാവുന്ന പാട്ടുകൾ, സ്തംഭം പിളർക്കുന്ന, അത് ഒരു നിഷ് ഓഡിയൻസിന് മാത്രം അറിയുന്ന ഒരു പാട്ടാണ്. അതിപ്പോ വളരെ ഫേമസ് ആയി. അപ്പൊ ആ പാട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്തതോ? അത് ചൂസ് ചെയ്യാൻ പ്രവീണാണ് ഒരു ദിവസം, എടാ നമുക്ക് ഒരു വളരെ റാൻഡമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നൊരു പ്രവീൺ പറഞ്ഞു, ഈ പാട്ട് രസമായിരിക്കില്ല നമ്മൾ പാടിയാൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ. എന്നിട്ട് ഞങ്ങളങ്ങനെ ചൂസ് ചെയ്യും, പല പാട്ടുകൾ നോക്കും. അപ്പോൾ പ്രവീൺ അത് അയച്ചു തന്നപ്പോഴത്തേനും എനിക്കും ആ പാട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ആ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ പഠിച്ചു നേരെ അങ്ങ് റെക്കോർഡ് ചെയ്യുന്നത് സ്ട്രൈറ്റ്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ കേട്ടില്ല, അങ്ങനെ ഒത്തിരി പരിചയമുള്ള പാട്ടായിരുന്നില്ല. 1 hour കൊണ്ട് ഞങ്ങളപ്പോൾ പഠിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തേക്കെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു. അതെ എഴുതിയ കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് അപ്പം അത് പെട്ടെന്ന് തന്നെ അത് വൈറലായി. അത് വൈറൽ ഇൻ ദ സെൻസ് ഭയങ്കര റീച്ചായി. വിത്തിൻ 1 hour തന്നെ എഴുതിയ അദ്ദേഹം കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങളെ ഈ മെസ്സഞ്ചറിൽ ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പം, അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്, അവിടെ വെച്ച് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിനും സന്തോഷം. സ്തംഭം സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, നിരന്തം നടുങ്ങുന്ന ദുന്ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുനിണം തേടുന്ന ചുരിക പോർനാവ്. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുനിണം തേടുന്ന ചുരിക പോർനാവ്.
മരണം വിളങ്ങുന്ന വിക്രൂരദംശം പ്രളയാഗ്നി ചുഴിതീർത്ത ജഡസടാ കേസരം പ്രകരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാവേഗം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പോപ്പുലർ നെറേറ്റീവില് നന്ദഗോവിന്ദം ഭജൻസ് വേഴ്സസ് വേടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രോങ് നെറേറ്റീവ് ഉണ്ട്. ശ്രദ്ധിച്ചിരുന്നോ അത്? നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നല്ലേ കാണാറുണ്ട്. വേടന്റെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാ ആസ് എ സിംഗർ എങ്ങനെയാണ്? നല്ല പാട്ടുകളല്ലേ മീൻസ് ഞാൻ പൊളിറ്റിക്കൽ ഒരു കാര്യം പറയുന്നില്ല. ആസ് എ റാപ്പർ ഈസ് എ ഗുഡ് സിംഗർ. ഇപ്പൊ നാളെ അദ്ദേഹം വന്ന് ഞങ്ങൾ ഷേഖാൻ കൊടുക്കും. കൂടെ പഠിപ്പിക്കാനായിട്ട് അറിയില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് ഡിഫറെന്റ് സ്ട്രീം ഓഫ് മ്യൂസിക് അല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാ പാട്ടുകളും ജെല്ലാവില്ലല്ലോ. അപ്പം ദാറ്റ്സ് എ ഡിഫറെന്റ് സ്ട്രീം ഓഫ് മ്യൂസിക്. പുള്ളിയുടെ പാട്ടുകൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഭക്തി ഇപ്പൊ ബ്രോദാവി ഈസ് എ ഗുഡ് സിംഗർ. അദ്ദേഹത്തിനോട് കൊളാബറേറ്റ് കഴിഞ്ഞാൽ വി നൈസ്. പുള്ളി ഡിഫറൻസ് പൊളിറ്റിക്കൽ അല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു രണ്ടുപേരും പോകത്തില്ലായിരിക്കും. രണ്ട് മ്യൂസിക് രണ്ട് രീതിയിൽ ഇരിക്കട്ടെ. എല്ലാത്തിനും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ടു മിക്സ്, റൈറ്റ്? അത് അതിന്റെ ആവശ്യമില്ല. എല്ലാം ഒരുപോലെ ആയാലും അങ്ങനെയല്ലേ. അതെ. ഇപ്പൊ നമുക്ക് സാമ്പാറിനകത്ത് പായസം ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. മീൻസ് എന്ന് പറഞ്ഞ പോലെ അതിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാകും. ഇപ്പൊ എന്താണെങ്കിലും നമ്മളുടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെ ഞങ്ങൾ വേടനെതിരാന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞിട്ടില്ല. സോ എല്ലാ സംഗീതം എല്ലാ ഡിഫറെന്റ് മ്യൂസിക്കിനെയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഞങ്ങൾ പാടുന്ന ഒരു മ്യൂസിക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മ്യൂസിക് ഒന്നും മോശമാണെന്ന് ഞങ്ങൾ എവിടെയും പറയാറുമില്ല. അത് ഞങ്ങൾ കേൾക്കാതിരിക്കത്തുമില്ല. ലൈക്ക് ഓൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൊളാബറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ സിംഗേഴ്സ് ആയിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? അത് ഈ ഭജൻ കണക്ട് എന്നുള്ള ഐഡിയ വന്നപ്പോഴാണ്. അപ്പം ഞങ്ങൾ വി തോട്ട് ഓഫ് കണക്ടിങ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. ആ ഒരു കണക്റ്റിന് ഒത്തിരി എലാബറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡിഫറെൻറ്റ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഭജൻ കണക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം ആ ഭജൻ കണക്ട് ഞങ്ങളുടെ ഒരു ബേബിയാണ്. ഞങ്ങളപ്പോൾ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ട്. അപ്പം കൊല്ലത്ത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ശരത് സാറിനെ കൊണ്ടുവന്നത്. അപ്പോൾ ശരത് സാർ ഈസ് ഫ്രം കൊല്ലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങളെ പാട്ടുകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു. ഇപ്പം രാജേഷ് ചേർത്തല ആലപ്പുഴയിൽ വന്നു. അദ്ദേഹം ചേർത്തലയാണ് സ്വദേശം, ആലപ്പുഴക്കാരനാണ്. അപ്പം രാജേഷ് ചേർത്തല വന്നു. അനുമൻ അരവിന്ദിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോഴിക്കോട് കൈതപ്പുറം തിരുമേനി വന്നു. നമ്മുടെ ബേബി ഹാപ്പി ആയിക്കൊണ്ടിരിക്കണം. ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഭജൻ കണക്ട് കുറച്ചും കൂടെ ഭയങ്കര സെലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുക. ശരത് സാറാണ്. ശരത് സാറ് ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴി ഞങ്ങളിപ്പം ജസ്റ്റ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ ഉടനെ ഉണ്ടാവട്ടെ എന്നാണ്. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ടൈം അറിയില്ല. അപ്പം ഞങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ് വേണ്ടെന്നുള്ളൊരു കാര്യം ഞങ്ങളുടെ ഒരു ആഗ്രഹം സാറിനെ അറിയിച്ചിട്ടുണ്ട്. സാറ് ഉറപ്പായും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഇടയ്ക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ട പോലെ ചിലർക്കെങ്കിലും തോന്നിയൊരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA ആ കേസിൽ പെട്ട് കിടക്കുമ്പോൾ വളരെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയ പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തായിരുന്നു അതിൽ? ഒന്നുമില്ല, അദ്ദേഹം പാലക്കാടാണല്ലോ. അദ്ദേഹത്തിന് പാലക്കാടുള്ള അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അവിടെയുള്ള MLA MP ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന് നമ്മളുടെ പ്രോഗ്രാമിന് അന്ന് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് കയറി നമ്മളെ പ്രോഗ്രാം അതേ ഇഷ്ടം അല്ലല്ല, അന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നല്ല. പക്ഷെ അദ്ദേഹം വന്നു. ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു, അദ്ദേഹം പോയി. അപ്പോൾ ആ ഒരു സമയത്താണ് അതെല്ലാം ഒരേ ടൈമിലായിരുന്നു അദ്ദേഹം ഒരു പ്രശ്നത്തിലാണ്. ഓക്കെ, ഞങ്ങൾക്ക് തോന്നില്ല അകത്ത്. അതെ, പുള്ളി അല്ല, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. വന്ന് പറയും ചെയ്തു, സ്റ്റേജ് വെച്ചു. ഞങ്ങള് എനിക്ക് മെയിൻ റീസൺ അദ്ദേഹം പുള്ളി വരാനുള്ള റീസൺ ഞങ്ങൾ പറഞ്ഞത്
ആ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഹി വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ, ഒരു മെൻ്റൽ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പാട്ടുകൾ ഇറ്റ് വാസ് ഗിവിങ് റിലീഫ് ഫോർ ഹിം. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മളുടെ ഭജൻ കണക്ട് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നത്. ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഡിപ്രഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്കിൽ പറയുന്നുണ്ടാവും ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ ഭജൻസ് കേട്ടത്. പേഴ്സണലി എനിക്കറിയാം ഗർഭിണികളായ സ്ത്രീകൾക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ യുണീക്കായ ഇൻസിഡൻസ് വന്ന ആൾക്കാർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ റീസെന്റ് ഒരു കുട്ടിയെ കണ്ടത് തന്നെ, ഒരു വീഡിയോ നിങ്ങളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വീഡിയോ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ ഓർത്തതേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾ മിക്കവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും എനിക്കിങ്ങനെ സെറിബ്രൽ പ്ലാസി ഉള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ബെഡ് റിട്ടേൺ ആണ്, ബട്ട് വെരി ആക്റ്റീവാണ്. ഭയങ്കര ശരിക്കും ഞങ്ങൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇൻസ്പയർഡായി. കാര്യം ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ഒരു ഭയങ്കര ലെവലാണ് കുട്ടി. ഞങ്ങൾ ചാവക്കാട് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ രാവിലെ കുറച്ചൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾ കുറച്ച് പേര് ഒരു 8 പേര് ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വീട്ടിൽ പോയി. അവർക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എൻജോയ്. ഞങ്ങൾക്കും സന്തോഷമായി. ഞങ്ങളവിടെ പോയിരുന്നു, പാട്ട് പാടി. ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ അവിടെ. ആ കുട്ടി എപ്പോഴും പോസിറ്റീവ് വാല്യൂ മോള് പറയുന്നത് വെച്ചാൽ നമ്മൾ പാട്ടുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടിയുടെ ചേട്ടന്മാരാണെന്നുള്ള രീതിയിൽ ആണ് അതിന് ഫീൽ ചെയ്യുന്നത്. ഏട്ടാന്ന് പറഞ്ഞേ വിളിക്കുള്ളൂ, ഏട്ടന്മാർ വീട്ടിലെത്തി. എല്ലാവരും എല്ലാവരും ആ ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാവരും സ്വന്തം ചേട്ടന്മാരെന്നുള്ളൊരു ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി എനിക്കൊരു 10 പേരെങ്കിലും അങ്ങനെ എനിക്ക് കാണാം. കാര്യം അത്രയും മെസ്സേജ് വരുന്നുണ്ട്. എല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാവുന്ന മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടഫ് ടൈമിൽ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ട് നമ്മളുടെ പാട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നേരിട്ടും ഒക്കെ വന്നിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥിരമായി കാണുന്നൊരു സംഭവമാണ്. ഫിലിം സോങ്സിന് എന്തെങ്കിലും പുതിയൊരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അതിൽ വെറ്ററൻസ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ പറയും ഇതൊക്കെയാണോ പാട്ട്, ഇങ്ങനെയാണോ പാട്ട്, അങ്ങനത്തെ രീതിയിലുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. ഭജൻസിൻ്റെ കോണ്ടെക്സ്റ്റിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഈ എക്സ്പെരിമെൻറ്റിനെ വിമർശനാത്മകമായി നോക്കിക്കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സാഹചര്യങ്ങൾ? യെസ്, ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ആൾക്കാർ ഞങ്ങൾ റീസെൻ്റായിട്ടും പല ആൾക്കാരൊക്കെ ഷെയർ ചെയ്തത് എനിക്ക് പല ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം, ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ല, നമ്മുടെ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു ആർട്ട് നമ്മളിപ്പം പ്രധാനപ്പെട്ട രീതി സമ്പ്രദായ ഭജന, ഡെഫിനറ്റ്ലി ത്രിമൂർത്തികളുണ്ട്, സദ്ഗുരു സ്വാമികളും എല്ലാവരും ക്രിയേറ്റ് ചെയ്തൊരു ഫോമുണ്ട്. പക്ഷേ ഇതെല്ലാവരും തിങ്ക് ചെയ്യേണ്ട കാര്യം ഇതെല്ലാവരും മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ദൈവം ഡയറക്റ്റ് വന്നിട്ട് ഇത് ഉണ്ടാക്കിയ ഒരു ചിട്ടകളൊന്നും അല്ല ആരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിട്ടകൾ എന്നുള്ള സാധനം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും പെർഫെക്ഷനുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ AI വന്നുകൊണ്ടിരിക്കുക, നമ്മൾ AI യൂസ് ചെയ്യല് എന്ന് പറയുന്ന രീതിയിലുള്ള ക്രിറ്റിസിസമാണ് ഇതെന്ന രീതിയിൽ ഞങ്ങളിതെല്ലാം തിങ്ക് ചെയ്യുന്നുള്ളൂ. മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. ബാക്കി 20% ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോം ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സമ്മതിക്കുന്നു, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് വേണ്ടി പാടിക്കോളാം. അപ്പം അത് ഞങ്ങൾ ചിലപ്പോൾ അവരുടെ അത്രയും കർണാട്ടിക് വിദഗ്ധരല്ലായിരിക്കാം, അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ആണെന്നൊന്നും ഞങ്ങൾ എവിടെയും ഞങ്ങൾ പോയി ക്ലെയിം ചെയ്യുന്നില്ല. ഞങ്ങളാണ് വി ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസില്ലേ, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. സോ വി ആർ ആക്ച്വലി സിംഗിങ് ഫോർ ദം. ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് ഇതായിരുന്നു, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയവർ എന്നുള്ളൊരു രീതിയിലൊരു കമൻറ്റ് കണ്ടു. അതായത് മ്യൂസിക്കലി ക്വാളിഫൈഡ് അല്ല, പക്ഷേ സോഷ്യൽ മീഡിയ രക്ഷിച്ച്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ക്രിറ്റിസിസത്തെ കൂടി ഓവർകം ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ല, ഈ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈക്വലി അവൈലബിൾ അല്ലേ? ഈ പറയുന്ന ആൾക്കാർക്കും പാടിയിട്ട് പെർഫോം ചെയ്ത് അത് ഞാൻ ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് മ്യൂസിക് ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി അബൌട്ട് നമ്മുടെ കഴിവ് മാത്രമല്ല, പക്ഷേ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കിപ്പോൾ ഞങ്ങളൊരു 10 പേര് ഒരുമിച്ചിരുന്ന് പാടി അതിനെ സിങ്ക് ചെയ്ത് അതിനെ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇമ്പമുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് ആയിരിക്കാം. പക്ഷേ ആ 10 കർണാടക വിദഗ്ധന്മാർ ഒരുമിച്ചിരുന്ന് നമുക്കിത് പാടിപ്പിച്ച് നോക്കാം, എത്ര സിങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളത്. സി എവറി ആർട്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു ന്യൂവാൻസസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു ചെറിയ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഈ ഭജനയിലും ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഓരോരുത്തരുടെ ടോണൽ ക്വാളിറ്റി, ഒരാളെ എങ്ങനെ യൂസ് ചെയ്യണം, ഒരാളുടെ പാട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ കർണാടകയിൽ നമ്മളൊരു രാഗം അല്ലെന്നുണ്ടെങ്കിൽ രാഗം വിസ്തരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഇവിടെ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. സോ വി നീഡ് ടു ലേൺ എവറിത്തിങ്. ഇപ്പം നമുക്കിപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എഫേർട്ട് എന്താണെന്നുള്ള കാര്യം അവർ ഈ സൈഡിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ഫോം ചെയ്യുന്ന ആൾക്കാർ കർണാടക വിദഗ്ധരിരുന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് അവരുടെ ഫോമിന് അവർ ബെസ്റ്റ് ആയിരിക്കും, പക്ഷേ എല്ലാ ഫോമിലും അവർ ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഞങ്ങൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഈ പല സൈഡിലുള്ള ക്രിറ്റിസിസംസ് നിൽക്കുമ്പോഴും മറ്റൊരു സൈഡിലെ സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ ഒരു വലിയ ഫാൻ ബേസിന്റെ ഭാഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ സെലിബ്രിറ്റീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ആ മൊമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റീസൺസ്? ഓഫ് കോഴ്സ് ദ 2 big M's, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി, രണ്ടുപേരുടെയും മമ്മൂക്കയുടെ അടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഹലോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മമ്മൂക്ക പറഞ്ഞു, പാട്ടുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുന്ന കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായിൽ വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് നേരിട്ട് പോയി മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഒരു 10-30 മിനിറ്റോളം ഇരുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റി. എന്നും മെലഡിയെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാ കാലത്തും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ, നിങ്ങളുടെ പാട്ടുകൾ കൂടുതൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പം ഞാനിപ്പോൾ തന്നെ ഞങ്ങളൊരു പുതിയ ചെയ്യുന്ന പാട്ടൊക്കെ അദ്ദേഹത്തിന് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ പാട്ടിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം. കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ ഈ നീഡ് ടു ട്രാവൽ അറൗണ്ട്, നമ്മൾ കേരളം വിട്ട് നിങ്ങൾ കുറേ ഹിന്ദി പാട്ടുകൾ ആഡ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് അപ്പം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പാടിയതോ അല്ല, അന്ന് എനിക്ക് ഞാൻ പാടാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാനപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്കഷനേ ഉണ്ടായിരുന്നു, ഒരു 10-30 രൂപയോളം പാടി. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ പാട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വന്ദേ മുകുന്ദഹരെ സ്റ്റാർട്ട് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലാലേട്ടനെ കണ്ടു. അപ്പോൾ ലാലേട്ടനപ്പം ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതായിരുന്നു ഞാൻ ഞെട്ടിയത്. അപ്പം ദുബായിലല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചു. അപ്പോൾ ശ്രീലാലിനെയും ഞങ്ങളെല്ലാവരെയും അറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുന്ന പാട്ടുകളാണ് ചോദിച്ചത്. അപ്പോൾ ഈ പാട്ട് പാടാമോ, ഈ പാട്ട് പാടാമെന്ന് ലാലേട്ടൻ ഇപ്പോൾ സൗവർണികാമത്തെ പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് പാടിക്കൊടുത്തു. അമ്പലമില്ലാതെ പാടാറില്ലേ, അപ്പോൾ അത് പാടിക്കൊടുത്തു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി അന്നവിടെ ഇരുന്നിട്ട്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ ലീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ ക്രൂരനിശാന ശരം കൊണ്ടു നീരുമീ നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസദീത്യന്റെ കാൽക്കലിൽ കണ്ണേ പ്രണാമം. ലാലേട്ടൻ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായിരുന്നു. ലാലേട്ടൻ്റെ കൊടുത്തല്ലോ അങ്ങനെയൊന്നും പ്ലാനിലൊന്നുമില്ല. ഇപ്പോൾ പ്ലാനിലുണ്ടെങ്കിൽ പറയാം. ഇത് സോപാന സംഗീതമായിരുന്നു. ഇത് ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ
that was a turning point for സോപാന സംഗീതം. കേരളത്തിലെ സോപാന സംഗീതം ഒരു ഇടിവ് ഫീൽ ചെയ്തിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് വന്നത്. പാട്ട് വന്നതും പൊങ്ങി അതെ അതെ തിരിച്ചു വന്നത്. ഇപ്പൊ അതുപോലൊരു റീസർജൻസ് സോപാന സംഗീതത്തിൽ കണ്ടുവരുന്നുണ്ട്. അതെ അതെ. ദാറ്റ് ഈസ് മെയിൻലി ക്രെഡിറ്റഡ് ടു വൺ ഓഫ് നിങ്ങൾ ഒരു സോങ് പേട്രണൈസ് ചെയ്തു, നാഗഭൂഷിതം. നാഗപുരത്ത് മാത്രമല്ല ചെമ്പട്ട്, ദാരികന്റെ ചെമ്പട്ട് കുറെ പാട്ടുകൾ ഞങ്ങൾ പാടാറുണ്ട്. അപ്പൊ ഈ സോപാന സംഗീതത്തിനെ തിരിച്ച് പോപ്പുലറൈസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയല്ലേ, സോപാന സംഗീതത്തിനെ പോപ്പുലറൈസ് ചെയ്യാൻ ഞങ്ങൾ ആരുമല്ല, അത് ഓൾറെഡി പോപ്പുലറൈസ് ആണ്. പക്ഷെ അത് പൊട്ടിപ്പാടി സേവയായിട്ട് മാത്രം നിന്നുകൊണ്ടിരുന്നത് വന്ദേ മുകുന്ദരെ കൊണ്ടൊരു പുഷ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് ലോയിൽ പോയപ്പോ ഒരു വേറൊരു പുഷാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ റീസൺ നിങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നൊന്നുമില്ല. അതിന് കുറെ പേരുണ്ടല്ലേ, വിജയകുമാരേട്ടൻ, ഏലൂർ ബീച്ചേട്ടൻ, ഏറ്റവും ഫേമസ് ആയ നിങ്ങളുടെ പാട്ടുകൾ വെച്ച് അങ്ങനെ അല്ല, അതിന് ഞങ്ങളൊരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ അത് സന്തോഷമുണ്ട്. ആ ഒരു ജോണറിനെ അഡോപ്റ്റ് ചെയ്യാൻ തോന്നിയത് എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ബാരിയേഴ്സ് നമ്മുടെ മൈൻഡിൽ വെക്കുമ്പോഴാണല്ലോ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇതാണ് ചിട്ട, ഇത് മാത്രം നമ്മൾ ചെയ്യാമെന്നുള്ള നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള സാധനം ബ്ലോക്കായി. അപ്പം നമുക്ക് പിന്നെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു സാധനം ഞങ്ങൾ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു മൈൻഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സോപാന സംഗീതം എടുക്കാം, ഫിലിം സോങ്സ് എടുക്കാം. ഞങ്ങളിപ്പോൾ ഭജൻ സൂഫി ഞങ്ങൾ ഒരു മിക്സ് ചെയ്ത് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഐ സെൻഡ് ടു യു ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരാണ്, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ ഈ കലയെ കൊല്ലാതെ മീൻസ് ഡെഫിനറ്റ്ലി നമ്മളിപ്പം അതിപ്പോൾ കൊല്ലുക എന്നുള്ള ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ചോദിക്കില്ല. അപ്പം എന്താണെങ്കിലും അപ്പോൾ ഇതിനെ ആ ഒരു ഓവറോൾ മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യുന്ന എന്ത് കൈൻഡ് ഓഫ് ജോണർ അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സോപാന സംഗീതം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിജയൻ്റെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ റെക്കോർഡിങ്, ഇപ്പം സ്തംഭം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റെക്കോർഡിംഗ് സെഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നാഗഭൂഷി നല്ല രസമല്ലേ, നമുക്ക് അതെടുക്കാം എന്നുള്ള രീതിയിലാണ്. അതും അന്ന് ഏതായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ വടക്കുന്നാഥയും ശ്രീരാഗത്തിലുള്ള പാട്ടുകളെല്ലാം കാടിയുടെയും അങ്ങനെ പല പാട്ടുകളും ഞങ്ങളങ്ങനെ മിക്സ് ചെയ്യുന്നതൊക്കെ. അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മാത്രമാണല്ലോ പാടുന്നത് സോപാന സംഗീതം. ഏലൂർ ബീച്ചറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിലെ ബീച്ചറിന് ഇരുന്ന് പാടിയിട്ടുണ്ട് ഈ പാട്ട്. ആ ക്രിയേറ്റർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും വാസുവി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവുമതിൽ കുളഞ്ഞുര ഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ ധമടമാലവകടും തുടി ശൂലപാണേ ശൂലപാണി മഹാത്രിശൂലമധുമൃഗവുമേന്തിരീകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ഇത് ചെമ്പട്ടും ഇതുപോലെ തന്നെ ഇംപ്രവൈസ് ചെയ്തില്ലേ? അതെ അതെ. ഭക്തി സമ്പ്രദായത്തിൽ പല സമ്പ്രദായങ്ങളുണ്ടല്ലോ, പല ശാഖകളുണ്ട്. ഫോക്ക് ട്രഡീഷൻസും ഉണ്ട്. നമ്മൾ ചിന്തുപാട്ട്, നാഗപ്പാട്ട്, അങ്ങനത്തെ ട്രഡീഷൻസിനെ, ഫോക്ക് ട്രഡീഷൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? നാഗപ്പാട്ടിനല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. മിക്കവാറും നാഗം സോങ്സ് ആയിരിക്കത്തില്ല. അപ്പം അത് നാഗനാഗം ഫോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളിപ്പം ഇതൊക്കെയല്ലേ, മനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം കുമ്മാട്ടി പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ റെക്കോർഡിങ്സ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് വരുന്ന വഴി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ നമുക്കും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ള. അങ്ങനെയുള്ള പാട്ടുകൾ രസമായിരിക്കും എന്നുള്ള രീതിയിൽ. എല്ലാ ശാഖകളും സമ്പ്രദായങ്ങളൊക്കെ ഇതിൽ വരുമല്ലോ. അതെ അതെ. അപ്പോൾ അതൊക്കെ
അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴിയുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ ശ്രീലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വയനാട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നാച്ചിയമ്മയെ കൊണ്ടുവന്നാലോ എന്നുള്ളത് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അല്ലേ ഇപ്പൊ പറഞ്ഞോളൂ ഈ കാര്യത്തൊക്കെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. അപ്പം അങ്ങനെയുള്ളതും കൂടെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പം എല്ലാ ഈ വണ്ണസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവരും അമ്പറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം. തീർച്ചയായും നിങ്ങളുടെ ഫാൻസിൽ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അമ്മമാരും അപ്പന്മാരും വരെ വന്ന് നിങ്ങളുടെ പ്രോഗ്രാംസ് കാണാറുണ്ട്. പക്ഷെ അപ്പോൾ ചിലർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഫിലിം സോങ്സിന്റെ കാര്യത്തിലുള്ള ഒരു ക്രിറ്റിസിസം വരുന്നത് പോലെ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തു നിന്നോ നിങ്ങളുടെ ഈ ഒരു ഭജൻ ഫിലിം സോങ് മിക്സിങ്ങിനെ അവരുടെ ഒരു റെസ്പോൺസിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് പൊതുവെ ഏജ് ഗ്രൂപ്പ്സിന്റെ കാര്യത്തിൽ? ഇപ്പൊ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാർക്കും അവർക്കതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ആൾക്കാർ ഈ പറയുന്ന ഫിലിം സോങ്സിൽ മിക്സ് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തന്നെ പറയാറുള്ളൂ. ചില പാട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇന്നെന്താ അത് പാടാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ആ മിക്സ് പോലും അവർക്ക് അത്രയും ഒരുപാട് ഇങ്ങനെ വിമർശനം എന്നല്ല, ഒരുപാട് ഫാൻസ് ഫിലിം സോങ് ബ്ലെൻഡില് അല്ല വൃന്ദാവൻ ഫിലിം സോങ് അല്ല ഞാൻ പറയുന്നത് അതിനുശേഷം കാതലേ മിക്സ് ചെയ്യുന്നത്. കാതലേ മിക്സ് ചെയ്തതിന് അതിന് വിമർശനങ്ങളില്ല, അതിന് ഒത്തിരി ഫാൻ ബേസ് ഉണ്ട്. പിന്നെ അത് ജയകൃഷ്ണൻ ആ പീസ് വായിക്കുമ്പോൾ തന്നെ അവിടെ അങ്ങോട്ട് കൈയടി ഉയരുകയാണ്. അപ്പൊ അത് എവിടെ ചെന്നാലും അത് ഭയങ്കര അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു മിക്സ് ആക്കിയത്. അപ്പം അത് ആ ജയകൃഷ്ണൻ്റെ ആ ഒരു പീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ജയകൃഷ്ണൻ ചില വേദികളൊക്കെ ഞങ്ങൾ അവനിപ്പം വായിച്ച് മടുത്തിട്ട് അവന് മടിയാണ് വായിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്തിനാണ് വായിക്കാൻ മടിക്കുന്നത്, കാര്യം ആൾക്കാർക്ക് അത് കേൾക്കാൻ എത്ര ഇഷ്ടമാണ്. അപ്പം അത് എൻജോയ് ചെയ്യുന്നത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ 1000 വേദി ആയാലും 10000 വേദി ആയാലും യു ഷുഡ് എൻജോയ്. വായിച്ച് പേര് വരെ കാതൽ ജയകൃഷ്ണൻ. ഏകദേശം 5000-ൽ പരം വേദികൾ ഇന്ത്യയിലും യു എയിലും. 5000 ആയിട്ടില്ല 3000 to എനിക്ക് എക്സാക്ട് കണക്കറിയില്ല. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു 3000-ന് മേളിൽ എന്താണെങ്കിലും ആയിട്ടുണ്ട്. 3000-3500 ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അന്ന് കോവിഡിന്റെ സമയത്ത് കണ്ടപ്പോൾ പ്രവീൺജി ഉണ്ടായിരുന്നു, യു വേ ദർ വെർ അതേഴ്സ് ഓൾസോ, നിങ്ങളുടെ ജാമിങ് സെഷൻ. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ദാറ്റ് ബ്രോക്ക് ഐ സപ്പോസ് ബിക്കോസ് ഹി വെന്റ് ടു കാനഡ. എല്ലാവരും പറയണ്ടായിരുന്നു ഇനിയും നന്ദഗോവിന്ദം വിൽ ഗോ ഓൺ എല്ലാവരും എവിടെ ആണോ അവിടെ പുതിയ പുതിയ ഗ്രൂപ്പ്സ് ഉണ്ടായി. ലൈക്ക് അങ്ങനെ എത്ര ടീംസ് ഉണ്ട് ഇപ്പം? 3 ഗ്രൂപ്പ്. ഇവിടെ ഒരെണ്ണം ദുബായിൽ യു എയിൽ ഒരെണ്ണം, പിന്നെ ഉള്ളത് കാനഡയിലെ പ്രവീൺ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന. അവിടെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ലേഡി ഉണ്ട്. അതെ 2 പേരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല? ഇവിടെയോ? Will it exclusively be a boys club or will there be? അല്ല അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമുക്കിതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേനും മോളുടെ പേര് തീർത്ഥ കൂടുതൽ ഞങ്ങൾ കൊടുത്തി പാടി, അഭിരാമി കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ സിംഗേഴ്സ് ഞങ്ങളുടെ അടുത്ത് അതൊരു എക്സ്ക്ലൂസീവായിട്ട് വെക്കുന്നതല്ല. അപ്പം നമ്മളുടേതായിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്തത് അങ്ങനെ ആകുന്നു. ഇനി ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഉണ്ടാകാതിരിക്കാൻ പാടില്ലായിരിക്കുന്നില്ല. നമുക്ക് പറഞ്ഞ പോലെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുണ്ടാവണം. മലയാളികളാണോ മെയിൻ ഓഡിയൻസ്, അതല്ലാതെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് കൂടി ഉണ്ടോ? നമുക്ക് മെജോറിറ്റി മലയാളി ആയിരിക്കും. അല്ല മെജോറിറ്റി എന്നാലും മലയാളികൾ തന്നെയാണ്. മലയാളി, തമിഴ്, നമ്മളെ സൗത്തിലുള്ള കുറെ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരായിരുന്നു. മലയാളികളായിരുന്നില്ല കൂടുതലും. അവര് വന്ന് ചോദിക്കും, നാഗഭൂഷിതം ചോദിക്കും, അവര് മനോഹരി രാധരാധ ചോദിക്കും. അവര് മലയാളികളല്ല, നോൺ മലയാളീസ്. അവര് ഇപ്പം നമുക്കിപ്പം ശങ്കര എന്നുള്ള പാട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മലയാളികളുടെ പാട്ടുകൾ അവരും അറിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ പ്രോഗ്രാം ചെന്നപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കുമ്പോഴത്തേനും ഒരു മഹാരാഷ്ട്രീയൻ ഒരു ലേഡി, പുള്ളിക്കാരിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞാനപ്പം ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്, റിസപ്ഷനിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരി എൻ്റെ വന്നിട്ട് ഭജൻ സിംഗറല്ലേ എന്ന് ചോദിച്ചു. മലയാളി കണക്ഷനേ ഇല്ല, അവർ പ്രോപ്പർ മഹാരാഷ്ട്രീയനാണ്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ തുള്ളിച്ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മലയാളികൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ അവർക്കൊക്കെ നമ്മളുടെ പാട്ടുകൾ ഡെയിലി കേൾക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഐ തറവലി എൻജോയ് യുവർ മ്യൂസിക്, അതെനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അതൊരു ഭാഷകൾക്ക് അതീതമാണെന്നുള്ളത്. ശരിക്കും നിങ്ങളിപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റ് ഇടങ്ങളിലേക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങൾ അവിടുത്തെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങളുടെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന്റെ അറ്റംപ്റ്റ്സ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ?
തിങ്കിങ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ ഭജൻ കണക്റ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എക്സിക്യൂഷൻ വൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ട്രയലൊക്കെ ചെയ്യും നമ്മൾ. പിള്ളങ്കോവിയ, ചെൽവകൃഷ്ണ, അല്ല പാട്ടുകളുടെ കാര്യമല്ല പറയുന്നത്, അവിടുത്തെ ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞങ്ങൾ ജയ്പൂർ പോയപ്പോൾ ജയ്പൂരി സിംഗറിൻ്റെ കൂട്ടത്തിൽ പാടിയതുപോലെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെ ആ ഒരു കൾച്ചർ ഞങ്ങളത് നാമദേവ കീർത്തന ഒരു അഭംഗ് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇൻ ദ ഫ്യൂച്ചർ പല പല അവന്യൂസിലേക്ക് പോവുകയാണ്. മേ ബി വീഡിയോ പ്രൊഡക്ഷൻ, പല ഫീൽഡിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് ഇപ്പോൾ നോട്ട് എസെൻഷ്യലി ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് വഴി നിങ്ങളിലേക്ക് എത്താൻ? ബെസ്റ്റ് വഴി ഉണ്ണിയെ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഓവർഫ്ലോയിങ് റിക്വസ്റ്റ് ഉണ്ടാവില്ല. മാം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഹൗ ഷുഡ് സമ്മൺ അപ്രോച്ച് യു? അല്ലേ, നമ്മുടെ മാനേജർ ഉണ്ണിയാണ്, ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണിയാണ് യൂഷ്വലി കോൺടാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവർക്ക് എൻക്വയറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാജേഷ് അത് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ. ഈ 3 വഴിയാണ് ബെസ്റ്റ് വഴി. ഇത് 3ആണ്. അതിൽ ഒരെണ്ണം പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാംസിന് ഇപ്പോൾ ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര ക്രൗഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ടെമ്പിളിലായാലും കൊച്ചിയിൽ നടന്ന പ്രോഗ്രാംസിന് എല്ലാത്തിനും അങ്ങനത്തെ ഒരു ക്രൗഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഓവർവെൽംഡ് ആവാറുണ്ട്. ലൈക്ക് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ടെൻഷൻ തരാറുണ്ടോ? പ്രോഗ്രാംസിലില്ല, ഞങ്ങൾക്ക് ഒട്ടും ടെൻഷൻ തരാറില്ല. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് എന്നോട് പാടാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ വരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേനും അത് ഒരാളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കാണുമ്പോഴും ഇന്നിപ്പം 10,000 കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് റെസ്പോൺസ് നമുക്ക് ഓർഗനൈസേഴ്സിന് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ബിക്കോസ് the criticism part of it has put you in some threat. അപ്പോ അതിന്റെ ഒരു ഓർഗനൈസിങ് പാർട്ടില് ഒരു എസ്പെഷ്യലി അമ്പലപ്പുഴയില് മറ്റേ ക്രൗഡ് അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഓർഗനൈസേഴ്സ് പറഞ്ഞു. പിന്നെ ആൾക്കാർ വരുന്നതിന്റെ അതാണ് ഞങ്ങൾ പെർഫോം ചെയ്യും. നിങ്ങൾക്കൊരു ത്രെഡ് ഫാക്ടർ ഉണ്ടല്ലോ അവിടെ. പോലീസുകാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിപ്പോൾ എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ക്രൗഡിന് അവർക്കും ഒന്നും പറ്റാതെ നമ്മളെയും സേഫ്റ്റി എല്ലാം ഭയങ്കര പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ. എത്ര ആൾ വന്നാലും അവർക്ക് ആർക്കും ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും സമാധാനത്തോടെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ആ പ്രോഗ്രാംസിന് അത്രയും വന്നാൽ പോലും എറണാകുളത്തപ്പൻ്റെ 1 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചു 25,000-30,000. പക്ഷേ അതിൻ്റെ കണക്ക് റീസെൻ്റ് വന്നെങ്കിൽ 67,000-70,000 പേര് മറ്റേ കൊല്ലം തൃക്കടവൂർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ സമാധാനപരമായിട്ട് ഒരു പ്രോഗ്രാം കണ്ടു, എൻജോയ് ചെയ്തു, അവർ തിരിച്ചു പോകുന്നു. അതിലൊക്കെ യൂഷ്വലി നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെയുള്ള അടിവഴക്കുകളൊന്നും ഞങ്ങൾ ഇന്നേവരെ ഞങ്ങളൊരു പ്രോഗ്രാമിലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓർഗനൈസേഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃക്കടവൂർ ക്ഷേത്രത്തിൽ അവർ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അവരൊരു വലിയ പറമ്പിലോട്ട് മാറ്റി 5 ഏക്കറുള്ള അപ്പോൾ ആൾക്കാർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റി, കാണാൻ പറ്റി. ട്രാവൻകൂറിന്റെ നാഷണൽ ആന്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റവും ഫേമസ് ആക്കിയത് നിങ്ങളാണ്. അതുവരെ ട്രാവൻകൂറിയൻസിന് അറിയില്ലായിരുന്നു. ചിലർക്കൊക്കെ അറിയായിരുന്നു, പക്ഷെ കണ്ടില്ലായിരുന്നു. അത് ഞങ്ങൾ അവിടെ പോയതിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങള് വിസിറ്റ് ചെയ്തതിനൊക്കെ, റോയൽ ഫാമിലി വിസിറ്റ് ചെയ്തതിനൊക്കെ ഉണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നു. അതൊക്കെ ഇതിന്റെ പാർട്ടായിരുന്നു. ആ പാട്ടൊന്ന് പാടാം. ചീരം സഞ്ചിതാഭം ജയിക്കേണം ദേവദേവൻ എന്നും ദേഹസൗഖ്യം വളർത്തേണം വഞ്ചിഭൂമി ചീരം. പോരെ. നോർത്ത് ഇന്ത്യയിലൊക്കെ പബ്സിൽ പോലും ഇപ്പോൾ ഭജൻസ് ആണ് പ്ലേ ചെയ്യുന്നതെന്ന് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച്. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് കാണുന്നത്?
കണ്ടായിരുന്നു ഞാൻ കുറച്ച് അത് ഡേറ്റ കറക്റ്റാണോ അറിയത്തില്ല ഡേറ്റയൊക്കെ. എൻ്റെ അത് ബാംഗ്ലൂർ ബാക്ക്ല സൈഡിലേക്കൊക്കെ ആൽക്കഹോൾ കൺസപ്ഷനൊക്കെ 30% റെഡ്യൂസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ടെങ്കിൽ അപ്പം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ യൂസേജ് ഒക്കെ ഇത് കണ്ട് കുറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാര്യം ഇനിയുള്ള ജനറേഷനിലേക്കാണെന്നുണ്ടെങ്കിലും അപ്പം അപ്പൊ ഈ യൂത്ത് ഇത്രയും കൂടുതൽ കണക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പൊതുവെ ഭക്തിയും യൂത്തും ഒരുമിച്ച് പോകുന്ന ഒരു സംഭവമല്ല പൊതുവെ, അറ്റ്ലീസ്റ്റ് റീസെന്റ് എങ്കിലും അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറയാം എന്തായിരിക്കും എന്നുള്ള കാര്യം. അത് ശരിയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമുക്ക് എസ്പെഷ്യലി കോവിഡിന് ശേഷം ഉള്ള ഒരു പീരീഡ് എന്ന് പറയുന്ന മിക്ക ആൾക്കാർക്കും വർക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി വൈസ് ആണെങ്കിലും ഒരു ഭയങ്കരമായൊരു പ്രഷർ, സ്ട്രെസ്സ് ഭയങ്കരമായൊരു കൂടിയൊരു പീരീഡാണ്. അപ്പം സോഷ്യൽ മീഡിയ ഹൈ യൂസേജും അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലാണെങ്കിലും പിന്നെ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് എന്ത് കാര്യത്തിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേനും ബാക്കിയുള്ള ലൈഫ് കണ്ടിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ കൂടുന്ന ഒരു സമയത്ത് ആൾക്കാർക്ക് പീസ് കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളിലൂടെ ആൾക്കാർ സഞ്ചരിക്കും. അപ്പം അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിക്കും ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ചിലപ്പോൾ പ്ലേസസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുമ്പോൾ ഒരു സസ്റ്റൈനബിളായിട്ട് സമാധാനം കിട്ടുന്ന ഇതാണെന്ന് ആൾക്കാർക്ക് കൂടുതൽ ഫീൽ ചെയ്ത് തുടങ്ങിയത് കൊണ്ടാകാം ഇതിലേക്ക് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റ് ആകുന്നതെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് അല്ലേ, അതെ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ പ്രസൻറ്റേഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈയിടെയായിട്ട് വരുന്ന പ്രസൻറ്റേഷൻ്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. അവർ അതിനുവേണ്ടി നല്ലതായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലുള്ള ഗിറ്റാർ വായിച്ചുള്ള സിബ്ലിങ്സിൻ്റെ അത് വിഷ്വൽസും അതിൻ്റെ കാണാനുള്ള ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല്, ദ സ്മൈലിങ്, കൺവേ ചെയ്യുന്ന രീതി, ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കുന്നത്, അവരുടെ സംസാര രീതി ഭയങ്കര പൊളൈറ്റും ഭയങ്കര ആൾക്കാരെ ഇന്ത്യയിലല്ല നിൽക്കുന്നത്, വെളിയിൽ കൊറിയയിൽ ശിവന്റെ ഒരു കൊറിയൻ സിംഗർ he was actually probably അതുപോലെ തന്നെ മറ്റേ DJ. It's not just in India, it's going outside. ബേസിക്കലി അതാണ്, ആരെങ്കിലും ഇൻസ്പയർ ചെയ്യണമല്ലോ. അവർക്ക് കേൾക്കുമ്പോൾ ഇത് എനിക്ക് ഏറ്റുപാടണം തോന്നുന്നു, എനിക്ക് ഇതേപോലെ ആവണം തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു വൈബ് ആസ്വദിക്കാൻ ഇതില്ലാത്തവരും വരും, ആസ്വാദകരും വരും അല്ലേ. ചിലർ പാടുന്നവരാണ്, പിന്നെ ആസ്വാദകരും കൂടെ കൂടുന്നു വിചാരിക്കും. നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ ഭജൻസ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്തത്? ഹ്യൂജ് പാട്ടാണ് അത് ഞങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഞങ്ങളെ ഫോം ചെയ്തേക്കുന്നത് ഈ ഭജൻ എന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. തീർച്ചയായും പറഞ്ഞില്ലേ വരുന്ന വഴി നവീൻ തന്നെ പറഞ്ഞ കേസ് ഓരോരുത്തർ സംസാരിക്കുന്ന രീതി നിങ്ങൾ ഡിസ്കസ് ചെയ്തു. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്താൽ, ഹരീഷ്ണനെ കുറിച്ച് കമൻറ്റ് ചെയ്താൽ, ഇവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. പുള്ളി തന്നെ പറഞ്ഞു ഹരീഷ്ണനിലൊക്കെ ഭയങ്കര മാറ്റമാണ് സംസാര രീതിയും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ടുണ്ടായിരുന്ന രീതിയെല്ലാം ഭയങ്കര കുറച്ച് ആള് റിസർവ്ഡ് ആയിരുന്നു. പക്ഷെ ആൾക്കാരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും അത് ശരിക്കും ആ രീതികളൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ ഈ നമ്മളിത് പണ്ട് ഓർക്കുന്നു ഒരു സിനിമ കാണാൻ പോയിട്ട് നമുക്ക് ഫിലിം ഞാനും പ്രവീണുമായിരുന്നു എനിക്ക് മറ്റേ തിരുനക്കരയിൽ. എന്നിട്ട് അവിടെ ഇരുന്നൊരു പടം മോശമായി, നമുക്ക് എന്താണെങ്കിലും പടം കാണണ്ട, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ ഭജന നമ്മൾ പോയതൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതിനോടായിരുന്നു. അപ്പോൾ അത് തന്നെ. അപ്പോൾ പല സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ കൂടുതൽ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചകൾ കൂടുതൽ ഇതിൻ്റെ അകത്തായിരുന്നു, ഭജനകൾ എന്നുള്ള രീതിയിലായിരുന്നു ചർച്ച. അപ്പം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ. പറയും, നീയൊക്കെ പുതിയ വന്നല്ലോ, എന്തെങ്കിലും സംസാരിക്കും. എന്താണ് ഇപ്പം നീ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നിന്റെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ എനിക്കാണല്ലോ ഒത്തിരി മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അതല്ല നിനക്ക് എന്താണ് നിന്റെ ഒത്തിരി ഹാപ്പിയാണ് ഈ ഒരു ഫാമിലിയിൽ വന്നു. ഞാൻ മാറ്റം വന്നതെന്ന് വെച്ചാൽ ഭക്തി ഇച്ചിരൂടെ കൂടി. പിന്നെന്താ ഒരു വർഷം മുമ്പുള്ള ഇച്ചിരൂടെ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട്. ഞാനങ്ങനെ അധികം മിണ്ടാത്ത ഒരാളായിരുന്നു. ഇപ്പം എന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഇച്ചിരൂടെ. ഇദ്ദേഹത്തിന് ചിന്ന മുരുകന്റെ മെയിൻ ആളായിട്ടാണ് പറയുന്നത്. അങ്ങനെ പലർക്കും എന്റെ നെയിം പോലും അറിയത്തില്ല. മുരുക എന്നാണ് വിളിക്കുന്നത്. എന്താ ശരിക്കുള്ള പേര്? അഭിജിത്ത് എന്നാണ് പേര്. ആ പാട്ട് പാടാമോ? പാലും തേന
തേനഭിഷേകവും പാലും തേനഭിഷേകവും ഭക്തർകളിൻ കാവടിയും ഭക്തർകളിൻ കാവടിയും പാർപ്പവങ്ങൾ ഉള്ളവെല്ലാം പഴംകിരി ദേവനായി പഴംകിളി ദേവനായി ചിന്ന ചിന്ന മുരുക മുരുക സിംഗാര മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാരേ മുരുക ചിന്ന ചിന്ന മുരുക മുരുക സിംഗാര മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാരേ മുരുക ചിന്ന 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 ആ ചിന്ന ആ ചിന്ന 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 ആ ചിന്ന ആ ചിന്ന ചിന്ന മുരുക മുരുക സിംഗാരേ മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാരേ മുരുക. നിങ്ങൾക്ക് തന്നെ ഇപ്പോ ഇഷ്ട ദൈവങ്ങൾ പലർക്കും പലതായിരിക്കില്ലേ? അങ്ങനെ അതനുസരിച്ച് പാടാറുണ്ടോ? അത് എല്ലാവരും എല്ലാ പാട്ടുകളും ഒരുപോലെ പാടുകയാണോ ചെയ്യുക? അങ്ങനെ ഇല്ല. നമ്മൾ ആ അമ്പലം ഇപ്പോൾ ഏത് അമ്പലത്തിലാണോ പ്രോഗ്രാം അവിടുത്തെ പ്രതിഷ്ഠ ഏതാണോ അപ്പോൾ അതിനനുസരിച്ചുള്ള പാട്ടുകളായിരിക്കും ചിലപ്പോൾ ആദ്യം പാടാറുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ചില ചില നമ്മുടെ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് ചിലത്, അപ്പോൾ അത് പാടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കണക്ട് ആവുന്ന പോലെ അങ്ങനെ അങ്ങനെ ഉണ്ടോ? അതോ എല്ലാ പാട്ടുകളും ഒരുപോലെ? കൂടുതൽ സോങ്സ് ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നല്ലേ. ഓരോരുത്തർ ഓരോ സോങ്സിൽ അവർ എക്സൽ ചെയ്യുന്ന സോങ്സ് ഉണ്ട്, അതാണ് കൂടുതൽ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി എൻജോയ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇദ്ദേഹം പാടിയപ്പോൾ മുരുകൻ പാടിയപ്പോൾ ആ ഒരു കെമറാഡ്രി എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതാണോ അതോ നാച്ചുറൽ ആണോ? അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ്. മീൻസ് അപ്പോൾ അത് നമ്മൾ ഒരാളുടെ ഏറ്റവും കോർ കോമ്പറ്റൻസി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അയാളെ അതിൽ ബെസ്റ്റ് ആക്കി നമ്മൾ നോക്കും. ഇപ്പം ബാലൻസ് ചെയ്യാൻ നോക്കും. ഇപ്പം എൻ്റെ എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് എനിക്ക് പറ്റത്തില്ലായിരിക്കും, അല്ല എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇവന് പറ്റില്ലായിരിക്കും, അല്ല അബിക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണോ പറ്റുന്നത് അത് കൂടുതൽ നമ്മളത് എൻഹാൻസ് ചെയ്യും. അപ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ടീമിൻ്റെ വർക്ക് അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പം ശ്രീലാൽ എന്ന വിരുദ്ധങ്ങൾ നല്ല രസമായിട്ട് പാടും. ഇപ്പോൾ കൂടുതൽ വിരുദ്ധങ്ങൾ ഞങ്ങൾ ശ്രീലാലിനെ ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഇപ്പം സിയാപതി പോലെയുള്ള അല്ലെങ്കിൽ കിത്തി സുകുമാര പോലുള്ള പാട്ടുകൾ കൂടുതൽ അങ്ങനത്തെ പാട്ടുകൾ ഞാനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പാടുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഇപ്പം മനു കുറച്ചുകൂടെ കർണാടക കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു അങ്ങനെയുള്ള കുറച്ചുകൂടെ ഉള്ള പാട്ടുകൾ മനു നല്ല രസമായിട്ട് പാടും. പ്രവീണും ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്, മനു ആൻഡ് പ്രവീൺ കുറച്ച് സ്റ്റൈൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ബാലൻസ് ചെയ്യുന്നത്, ടോട്ടൽ ടീമിനെ ബാലൻസ് ചെയ്യുന്ന ഓരോ ആൾക്കാർ. അപ്പം നമ്മൾ അങ്ങനെ പാട്ടിൻ്റെയും അവരുടെ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൻ്റെയും ബേസിസിലാണ് നമ്മൾ പാട്ട് ചൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ്സ് അബൌട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അതിപ്പോൾ കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പരമപവിത്രമാ ആ പാട്ട് ഗണഗീതം എന്ന് പറയുന്ന പാട്ട് അത് പാടിയ പല അമ്പലങ്ങളിലും അത് പാടണ്ടെന്ന് പറഞ്ഞ് ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ആരൊക്കെ എവിടെ പാടുമോ അതിനൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ട്. ആ പാട്ടിൻ്റെ ഭംഗിയേക്കാളും കൂടുതൽ അത് ഗണഗീതമാണെന്ന ഒരു ദാറ്റ് ഈസ് മോർ ഫേമസ് അബൌട്ട് ദാറ്റ് സോങ്. നിങ്ങൾ ആ ഒരു പാട്ട് പാടിയ വീഡിയോ പലയിടത്തും വൈറലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഫോമാറ്റിൽ ആ പാട്ട് കേൾക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഇത് പണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു കണ്ട വീഡിയോ ദുബായിൽ അലൈനിൽ ഒരു പ്രോഗ്രാം, ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് അലൈനിൽ തന്നെയാണ്, അത് നാട്ടിലുള്ളത്. അലൈനിൽ അവിടെ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൽ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പാടിയ പാട്ടാണ് ഗണഗീതം പാടിയത്. അപ്പം അത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റീസൺ തന്നെ നമുക്ക് എല്ലാവരും നമുക്കുണ്ട്, നമ്മളെ ലിസണേഴ്സ് എല്ലാവരുമാണ്. അപ്പം ഈ വരുന്ന ആൾക്കാർ തമ്മിൽ അവിടെ വന്നിട്ട് ഇതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ്, നമ്മൾ അതിനെ നമ്മളുടെ അങ്ങനെയുള്ള അജണ്ടകൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുത്തിക്കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ചിലപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ രണ്ട് കാര്യം നിൽക്കുമ്പോഴത്തേന് നമ്മൾ അങ്ങനെയുള്ളൊരു ഫ്രിക്ഷനുള്ളൊരു കാര്യത്തെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോലും എടുത്ത് വെക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ വരുന്ന ഭജന, അപ്പോൾ ഭജനയായിട്ടുള്ള പാട്ടുകൾ തന്നെ നമുക്ക് പാടാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉള്ളിലുള്ളവർക്കും അങ്ങോട്ടും ഫ്രിക്ഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യങ്ങളും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളതെല്ലാം അങ്ങനെ പാടാത്തത്, അവോയ്ഡ് ചെയ്തു. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പാടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ ഇപ്പോൾ പാടാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പം തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചതിൻ്റെ റീസൺ അതാണ്. കോൺഷ്യസ് ആയിട്ടുള്ളൊരു മൂവാണ്. കോൺഷ്യസ് ആയിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാ ആൾക്കാരും ഞങ്ങളെ കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ കേൾക്കാൻ വരുന്ന ആൾക്കാർ
ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിങ്, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും വരുമ്പോഴത്തേനും ഈ വരുന്ന ആൾക്കാർ തന്നെ അവിടെ വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാവും. അവർ തമ്മിൽ ചിലപ്പം എന്തെങ്കിലും ഒരു വാഗ്വാദം ഉണ്ടാവും, ഒരു ജൈവിളി ഉണ്ടാവും, അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻ നമ്മളുണ്ടായി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ലെറ്റ്സ് അവോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി പല ഗ്രൂപ്പ്സും അത് പാടാറുണ്ട് ഇപ്പോഴും. പക്ഷെ മാഘമേളയിൽ പ്രശാന്ത് ജി തന്നെ പാടി അത്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദെയർ ചോയ്സ്. അത് വേറെ ഏതെങ്കിലും പാട്ടുകൾ ഇതുപോലെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള പാടാൻ പറ്റാത്ത കുറേ പാട്ടുകളുണ്ട്, അതൊക്കെ പാടണമെന്നുണ്ട്. അല്ലാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. Something of your choice. ഒന്നായ നിന്നൈഹരണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര. ഒന്നായ നിന്നൈഹരണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര. താൻ താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര. മോക്ഷമലയാത്ര, ബ്രഹ്മമലയാത്ര, കഠിനതരമായൊരു ഹഠയോഗയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. മച്ചകത്തമ്മയെ കാതൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. മച്ചകത്തമ്മയെ കാതൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര. ഒരതിരില്ല പൈതലിൻ യാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. താങ്ക് യു.